ശ്രീ ഷാബു പ്രസാദ്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലാണ് ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം ഒരു വശത്ത് നിൽക്കുക. ഇതൊരു വലിയ ബാധ്യതയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ വലിയ ബാധ്യതയായി ഈ വിഷയം മാറുക. ഭരണപക്ഷത്തെ വലിയ തരത്തിൽ ആക്രമിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് കടക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഒരു വശത്ത് നിൽക്കുക. പക്ഷേ അപ്പോഴും അറസ്റ്റ് എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ഇടതുപക്ഷം വൈകിപ്പിക്കുന്നതാണോ, ഭരണപക്ഷം വൈകിപ്പിക്കുന്നതാണോ, വൈകുന്നതാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടിടത്ത് ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത് നിർഭാഗ്യകരമാണ്. പക്ഷേ അതില്ലാതെ പറ്റുകയുമില്ല. അത് ഒരു സ്ത്രീയുടെ, ഒരുപാട് സ്ത്രീകളുടെ പരാതികളും വേദനകളും മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് ഒട്ടും ചെറുതായി കാണാൻ കഴിയുകയുമില്ല. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചയോ അതോ അറസ്റ്റ് വൈകിപ്പിക്കുന്നതിലുണ്ടാകുന്ന ആ ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു നീക്കമോ? അപർണ കൃത്യമായിട്ട് പറഞ്ഞ പോലെ ഒരുപാട് ഏറ്റവും അധികം ജനകീയ പ്രശ്നങ്ങൾ ഉയരുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അതായത് കൂടുതൽ ലോക്കലായിട്ടുള്ള ഇഷ്യൂസ് ഏറ്റവും ഉയർത്തപ്പെടുന്നതും അതിന്റെ പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുമായ ഒന്നാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. തദ്ദേശ സ്വയംഭരണ അസംബ്ലി ഇലക്ഷൻ ആയാലും പാർലമെന്റ് ഇലക്ഷൻ ആയാലും അതിൻ്റെ അകത്ത് 100% പൊളിറ്റിക്സ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് 100% പൊളിറ്റിക്സ് അല്ല, ഇഷ്യൂ എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെയുള്ള ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട, സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഈ സമയത്ത് ഇതുപോലൊരു നാറിപ്പുഴുത്ത കേസ് ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് മലയാളിയുടെ ഏറ്റവും വലിയൊരു ദൗർഭാഗ്യമാണ്, പറയാതിരിക്കാൻ വയ്യ. എന്ത് ചെയ്യാനാ, നാറിയ കേസാണിത്. ഇപ്പൊ അപർണ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ കഴിയുന്നത്ര ഒഴിഞ്ഞു മാറാനാണ് നോക്കിയത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മുടെ കൺമുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞാല് അദ്ദേഹം ഇപ്പൊ കോൺഗ്രസിന്റെ മെമ്പർ അല്ല, അതല്ല, അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിന്റെ MLA ആണ്, ജനപ്രതിനിധിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് ഇപ്പം സാങ്കേതികമായി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നുണ്ടെങ്കിലും ആ മനുഷ്യൻ കോൺഗ്രസിന്റെ MLA ആണ്. പിന്നെ പറയുന്നത് എന്താണ്, കെ സുധാകരൻ പറഞ്ഞു, അതായത് ഫോർമലായ ഒരു കംപ്ലൈന്റ് വരുന്നത് വരെ അല്ല, ഇത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഈ രീതിയിലുള്ള ഫോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞാൽ അത് എനിക്കത് മനസ്സിലാവുന്നില്ല. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു എന്ന് ഈ നാട്ടിലെ കാറ്റിന് പോലും അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് അദ്ദേഹം സ്ത്രീകളോടും പെൺകുട്ടികളോടും എങ്ങനെയാണ് ഇടപെട്ടിരുന്നത്, അയച്ച മെസ്സേജുകൾ, ഇങ്ങനെ ഇത് നാട് മുഴുവനും അറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും അതൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. അല്ലാതെ ഈ ഒരു സംഭവം, ഈ ഒരു ഓഡിയോ ക്ലിപ്പോ അല്ലെങ്കിൽ ഇത് പുറത്ത് ഈ ആരോപണം വന്നതിന് ശേഷം ഇങ്ങനെ ആകാശത്തുനിന്ന് പൊട്ടി വീണതുപോലെ ഇവർക്ക് ബോധോദയം ഉണ്ടായിട്ടല്ല ഇവര് ഇതിൽ നിന്ന് പുറത്താക്കിയത്, നടപടി എടുത്തത്. അതിന് മുമ്പും ഇവർക്ക് അറിയാമായിരുന്ന കാര്യമാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇയാൾക്ക് സീറ്റ് കൊടുത്തതും ഇയാളെ മത്സരിപ്പിച്ചതും ഇയാളെ ജയിപ്പിച്ചതുമല്ല. അത് നമുക്ക് എന്താ പറയുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യമുണ്ട്, എനിക്കിതിൻ്റെ അത് അത്ഭുതമൊന്നുമില്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരുടെ ഒരു പാരമ്പര്യം തന്നെ എങ്ങനെയാണ്, നെഹ്റു മുതൽ ഇവിടെ വരെ എടുത്തു കഴിഞ്ഞാൽ ഇത് അവരുടെ എന്താണ് ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യമാണിത്. ഞാൻ തൽക്കാലം അത് ഇതിനെക്കാട്ട് കൂടുതൽ പറയാനുണ്ടെങ്കിൽ പോലും അത് ഇങ്ങനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നത് മോശമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പിന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിൻ്റെ അകത്ത് CPM-ന്റെ കളിയുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം അറസ്റ്റ് ചെയ്ത് അകത്താക്കി കഴിഞ്ഞാൽ ഈ വാർത്ത അങ്ങ് കഴിഞ്ഞു, അതിന്റെ പ്രാധാന്യം അങ്ങ് പോയി. അറസ്റ്റ് ചെയ്യുന്നത് വരെ, എന്നാൽ അതുവരെ കഴിയുന്നത്ര ഈ തെരഞ്ഞെടുപ്പ് വരെ അല്ലെങ്കിൽ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ഇതൊരു സജീവ ചർച്ചാ വിഷയമാക്കി നിർത്തുക എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് CPM ഇവിടെ ഉപയോഗിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഒരു കാര്യം ഇദ്ദേഹം ഇവിടെ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഇതുപോലുള്ള സ്ത്രീ വിഷയങ്ങൾ കൊണ്ടുവരിക, അത് മോശമല്ലേ, ജനകീയ വിഷയങ്ങളല്ലേ ചർച്ച ചെയ്യേണ്ടത്, ഒക്കെ ശരിയാണ്. ഈ വിഷയം ഉണ്ടാക്കിയത് ആരാണ് എന്റെ സഹോദരൻ? ഇത് ആരാണ് ഉണ്ടാക്കിയത്? നിങ്ങൾ തന്നെ വടിയെടുത്ത് കൊടുത്തിട്ട് പ്രതിപക്ഷത്തിന്റെയും CPM-ന്റെ കയ്യിലും സർക്കാരിന്റെ കയ്യിലും BJP-ക്കാരുടെ കയ്യിലും ഒരു വടി എടുത്തു കൊടുത്തിട്ട് തല്ലിക്കോ എന്ന് പറഞ്ഞിട്ട് അവര് കിട്ടിയ താപ്പിന് അടിച്ച് പുറം പൊളിക്കുമ്പം അയ്യോ തല്ലുന്നേ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല.
ഇത് നിങ്ങൾ ഉണ്ടാക്കിയ വിഷയമാണ്. നിങ്ങളുടെ കുഴി നിങ്ങൾ വെട്ടിയതാണ്. ഇതിപ്പോ പുറത്ത് ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യർക്ക് പുറത്തിറങ്ങി ഒരു വീട്ടിൽ കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, ആ ഗതിയിലേക്ക് നിങ്ങളെ എത്തിച്ചത് നിങ്ങളുടെ പ്രവൃത്തികളാണ്. അല്ലാതെ അതിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, ഒരു പ്രയോജനവുമില്ല. ഇതിപ്പം ഇതിന്റെ കൂട്ടത്തിൽ ഇന്ന് രാഹുൽ ഈശ്വറും അകത്തായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ അപർണ. ഞാനതാ പറഞ്ഞു, ഇന്നിവിടെ രാഹുൽ ഈശ്വർ ചർച്ചയിലുണ്ടാവും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാര്യം നമുക്ക് ഒരു തരത്തിലും നമുക്ക് എവിടെയെങ്കിലും ഒന്ന് അംഗീകരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് പറയണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര നികൃഷ്ടമായ രീതിയിലാണ് ഈ രാഹുൽ ഈശ്വറും കൂടെ ചേർന്ന് മറ്റേ സന്ദീപ് വാര്യരും എല്ലാം കൂടെ ആ സ്ത്രീയെ അപമാനിച്ചുകൊണ്ടിരുന്നത്. ഇത് നേരിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്നും ഒരു ലാപ്ടോപ്പും ഒക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ വീഡിയോയുടെ മുമ്പിൽ ഇരുന്ന് എന്ന് പറയുന്നേക്കാം. ഞാൻ പേര് പറഞ്ഞിട്ടില്ല. എന്തിനാ ഈ പേര് പറയുന്നത്? കറുത്ത നിറമാണ്, പറന്ന് നടക്കുന്നതാണ്, കാക്കാന്ന് കരയുന്നതാണ്. പക്ഷെ ആ പക്ഷിയുടെ പേര് ഞാൻ പറയില്ല കേട്ടോ എന്ന് പറയുന്ന മാതിരിയാണ് ഈ രാഹുൽ ഈശ്വർ ഇത്രയും ദിവസം അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരെ നിങ്ങളൊക്കെ വീണ്ടും കുറ്റം നിങ്ങളെ തന്നെ പറയുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ ധാർമ്മികതയൊക്കെ പറയുന്നു. ഈ അധാർമികമായ പ്രവർത്തികൾ ഇങ്ങനെ ചെയ്യാൻ ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള നീച ജന്മങ്ങൾക്ക് അവസരം കൊടുക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ അയാളുടെ സ്വന്തം പ്ലാറ്റ്ഫോം പറയുമായിരിക്കും, പക്ഷേ കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് എത്തുന്ന രീതിയിൽ ഇത്ര അധാർമികനായ നീചനായ ഒരു വ്യക്തിക്ക് അയാളുടെ ആ നീചത്തരം അതിലെനിക്ക് വിയോജിപ്പുണ്ട് ശ്രീ ഷാബു പ്രസാദ്. ഓപ്പോസിറ്റ് ഭാഗത്ത് ഒരാൾ വരുമ്പോൾ ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വലിയ വിഭാഗം ഒരു വശത്തുണ്ട് എന്നുള്ള ഒരു തെളിവ് കൂടിയാണ് ചാനൽ ചർച്ചകൾ. ചാനൽ ചർച്ചകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ഒരു അക്കോമഡേഷൻ വരുന്നത് ഈ ഒരു വാദവും കൂടിയുണ്ട്. എല്ലാ വിഷയത്തിനകത്തും അങ്ങനെ ഒരു വാദം കൂടി അപ്പുറത്തുണ്ട്. ആ വാദങ്ങൾ കൂടി സമൂഹത്തിന്റെ ഭാഗമാണെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. അതായത് അല്ലാതെ പറയുന്ന വാദത്തെ വ്യക്തിപരമായിട്ടോ മാധ്യമം എന്ന രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടോ ഉള്ള നിലപാടല്ല. അതും ഇതിന്റെ ഭാഗമാണ്. ആ ഒരു വാദം പറയുന്ന സമൂഹത്തിലുണ്ട്. രാഹുൽ ഈശ്വറിന്റെ പല വീഡിയോകൾക്കും കിട്ടുന്ന റീച്ച് തന്നെ ഈ വാദത്തെ അംഗീകരിക്കുന്നവരും പ്രോത്സാഹിപ്പിക്കുന്നവരും രാഹുൽ പറയുന്നതിനപ്പുറത്തേക്ക് ആ വാദങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരും ഉള്ളത് കൊണ്ടാണ്. ഞാൻ തിരികെ എത്താം. വി കെ സനോജ് കൂടെ നമുക്കിപ്പം. സനോജ്, രാഹുൽ ഈശ്വറിനെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ചോദിച്ചാൽ കേരള പോലീസിന് ഒരു തുമ്പുമില്ലാത്ത സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഉണ്ടാകാതിരിക്കുകയും രാഹുൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഗുണമുണ്ടാകുന്നത്, ഈ വിഷയം ഇങ്ങനെ ആളിക്കത്തിച്ച് നിർത്തിയാൽ ഗുണം കിട്ടുന്നത് ഭരണപക്ഷത്തിനാണ് എന്നുള്ളതിൽ എന്താണ് തർക്കം? വലിയ തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം വലിയ വിഷയമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആ വിഷയം ഉയർത്തിപ്പിടിക്കുന്ന സമയത്താണ് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വരുന്നത്. അതുകൊണ്ട് ഇത് അറസ്റ്റ് വൈകിപ്പിക്കുന്നത് CPM ആണ്, ഭരണപക്ഷമാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നതിൽ കഴമ്പില്ലാതുണ്ടോ? അപർണ, ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണം മാത്രമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലെ പെർവട്ടനെ മുൻനിർത്തിയിട്ടൊന്നും വോട്ട് ചോദിക്കേണ്ട, അതിനെ കേന്ദ്രീകരിച്ച് ഒരു ചർച്ച നടത്തി വോട്ട് പിടിക്കേണ്ട ഗതികേടൊന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കേരളത്തിലെ ഇടതുപക്ഷത്തിനോ ഇല്ല. ഇടതുപക്ഷത്തിൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കൃത്യമായ മാനിഫെസ്റ്റോ പുറത്തിറക്കുന്നു, പ്രാദേശിക വികസന കാര്യങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്നു, അതിൻ്റെ കൂടെ